ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച തമിഴ്നാട് സ്വദേശി ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച തമിഴ്നാട് സ്വദേശി ഡോക്ടർ രവി കണ്ണനാണ്. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ജോൺ ഫോസെ. നോർവേ സ്വദേശിയായ ജോൺ ഫോസയ്ക്കാണ് 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 2022 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ആനി എർനാക്സ്. ഫ്രാൻസുകാരിയായ ആനി എർനാക്സിനാണ് 2022 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 2021 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ്. ടാൻസാനിയ സ്വദേശിയായ അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് 2021 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു. ഇന്ത്യയിലെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ഏഷ്യൻ ഗെയിംസ് 2022 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ്? PR ശ്രീജേഷ്. ഹോക്കി താരമായ PR ശ്രീജേഷാണ് ഏഷ്യൻ ഗെയിംസ് 2022 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ 2023 സമാധാന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സൽമാൻ റുഷ്ദി. ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ 2023 സമാധാന പുരസ്കാരം ലഭിച്ചത് സൽമാൻ റുഷ്ദിക്കാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച മലയാളി ചലച്ചിത്രകാരൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം അടുത്ത കാലത്ത് ലഭിച്ച മലയാളി സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. കമ്മിറ്റി ഫോർ പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റിൻ്റെ 2023 അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ മലയാളി ആരാണ്? KK ഷാഹിന. കമ്മിറ്റി ഫോർ പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റിൻ്റെ 2023 അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ മലയാളി KK ഷാഹിനയാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുനിൽ ഞാളിയത്ത്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് സുനിൽ ഞാളിയത്തിനാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മലയാള സാഹിത്യകാരി ആരാണ്? M ലീലാവതി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മലയാള സാഹിത്യകാരി M ലീലാവതിയാണ്. 2021 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? നിൽമണി ഫൂക്കൻ. 2021 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നിൽമണി ഫൂക്കനാണ്. 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോയിനാണ്. 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ദാമോദർ മൗസോ. മലയാള സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2019. മലയാള സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 2019 2022 32ാമത് സരസ്വതി സമ്മാന ജേതാവ് ആരാണ്? ശിവശങ്കരി. 2022 32ാമത് സരസ്വതി സമ്മാന ജേതാവ് ശിവശങ്കരിയാണ്. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ, സിദ്ധാർത്ഥ ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ, സിദ്ധാർത്ഥ ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം എന്നിവരാണ്. 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? പ്രിയങ്ക രാധാകൃഷ്ണൻ, ഡോക്ടർ മോഹൻ തോമസ് പകലോമറ്റം, KG ബാബുരാജൻ,
ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്നിവരാണ്. 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ പ്രിയങ്ക രാധാകൃഷ്ണൻ, ഡോക്ടർ മോഹൻ തോമസ് പകലോമറ്റം, KG ബാബുരാജൻ, ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്നിവരാണ്. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? AT ബിജു. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിച്ച മലയാളി AT ബിജു ആണ്. ഇന്ത്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് നഗർ അവാർഡാണ്. ഇന്ത്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡാണ്. 2023 നടന്ന മിസ് ഇന്ത്യ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? ക്രിസ്റ്റീന ബിജു. 2023 നടന്ന മിസ് ഇന്ത്യ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ക്രിസ്റ്റീന ബിജു ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? M. തോമസ് മാത്യു. കൃതി ആശാൻ്റെ സീതായനം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം നേടിയത് M. തോമസ് മാത്യു ആണ്. കൃതി ആശാൻ്റെ സീതായനം. M. തോമസ് മാത്യുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദന്തഗോപുരത്തിലേക്ക് വീണ്ടും, എൻ്റെ വാൽമീകം എവിടെ, സാഹിത്യ ദർശനം, മാരാർ ലാവണ്യ അനുഭവത്തിൻ്റെ യുക്തിശില്പം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. M. തോമസ് മാത്യുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദന്തഗോപുരത്തിലേക്ക് വീണ്ടും, എൻ്റെ വാൽമീകം എവിടെ, സാഹിത്യ ദർശനം, മാരാർ ലാവണ്യ അനുഭവത്തിൻ്റെ യുക്തിശില്പം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ഇവയാണ് M. തോമസ് മാത്യുവിൻ്റെ പ്രധാന കൃതികൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ചാത്തനാത്ത് അച്യുതനുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ്. കൃതി വാമനാചാര്യൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന കൃതിക്കാണ് ചാത്തനാത്ത് അച്യുതനുണ്ണിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. 2022 ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോ ഏതാണ്? ജൂട്ട് മാർക്ക് ഇന്ത്യ. 2022 ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോയാണ് ജൂട്ട് മാർക്ക് ഇന്ത്യ. 2022 ജൂലൈയിൽ റിലീസായ ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേരെന്താണ്? റോക്കട്രി ദി നമ്പി എഫക്റ്റ്. 2022 ജൂലൈയിൽ റിലീസായ ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ജീവിതകഥ പറയുന്ന സിനിമ ഏതാണ്? റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. നമ്പി നാരായണൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മകളുടെ ഭ്രമണപഥം. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് നമ്പി നാരായണൻ്റെ ആത്മകഥയാണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആലപ്പുഴ സനാതന ധർമ്മ കോളേജിൻ്റെ പേരിൽ നാമകരണം ചെയ്ത സസ്യം ഏതാണ്? ഫിലാംഗസ് സനാതന ധർമ്മേ. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആലപ്പുഴ സനാതന ധർമ്മ കോളേജിൻ്റെ പേരിൽ നാമകരണം ചെയ്ത സസ്യം ഫിലാംഗസ് സനാതന ധർമ്മേ എന്ന സസ്യമാണ്. ദി ലോ ട്രസ്റ്റിൻ്റെ 2023 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. ദി ലോ ട്രസ്റ്റിൻ്റെ 2023 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമസ്ഥാപനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? കളമശ്ശേരിയിൽ. കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമസ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി ജുഡീഷ്യൽ സിറ്റി കേരളത്തിൽ സ്ഥാപിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. കേരളത്തിലെ ടൂറിസം മേഖലയെ സ്ത്രീ സൗഹൃദമാക്കാൻ ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഷീ ടൂറിസം ആപ്പ്. കേരളത്തിലെ ടൂറിസം മേഖലയെ സ്ത്രീ സൗഹൃദമാക്കാൻ ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഷീ ടൂറിസം ആപ്പ്. ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ തേനീച്ച വളർത്തൽ ഉപകരണ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയാണ്? ചേർത്തല. ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ തേനീച്ച വളർത്തൽ ഉപകരണ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്നത് ചേർത്തലയിലാണ്.
കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ്? ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരം. തിരുവനന്തപുരം പോത്തൻകോടുള്ള ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂള്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കണ്ണമംഗലം. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലെ കണ്ണമംഗലത്താണ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് അതിഥി ആപ്പ്. അസാപ് കേരളയുടെ കീഴിൽ കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കാസർഗോഡ്. അസാപ് കേരളയുടെ കീഴിൽ കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് കാസർഗോഡാണ്. നിയമസഭാ രേഖകൾ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? ഈ നിയമസഭ ആപ്പ്. നിയമസഭാ രേഖകൾ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്പാണ് ഈ നിയമസഭ ആപ്പ്. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ഡ്രോണുകളാണ് MQ-9B പ്രിഡേറ്റർ ഡ്രോൺ. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ഡ്രോണുകളാണ് MQ-9B പ്രിഡേറ്റർ ഡ്രോൺ. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നാസ നിർമ്മിച്ച വിമാനം ഏതാണ്? X-57. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നാസ നിർമ്മിച്ച വിമാനമാണ് X-57. 2022 OV വിജയൻ സ്മാരക പുരസ്കാരം ജേതാക്കൾ ആരൊക്കെയാണ്? മികച്ച നോവൽ വിഭാഗത്തിൽ അവാർഡിന് അർഹനായത് PF മാത്യൂസ് ആണ്. കൃതി അടിയാളപ്രേതം. 2022 OV വിജയൻ സ്മാരക പുരസ്കാരത്തിൽ മികച്ച നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസിനാണ്. കൃതി അടിയാളപ്രേതം. കഥാവിഭാഗത്തിൽ അവാർഡിന് അർഹനായത് VM ദേവദാസാണ്. കൃതി കാടിന് നടുക്കൊരു മരം. 2022 OV വിജയൻ സ്മാരക പുരസ്കാരത്തിൽ കഥാവിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് VM ദേവദാസിനാണ്. കൃതി കാടിന് നടുക്കൊരു മരം. പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജ്. പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ജയരാജ് സംവിധാനം ചെയ്ത പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന സിനിമയാണ്. 9ാമത് കലിംഗ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വർ. 9ാമത് കലിംഗ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് അവതരിപ്പിച്ച വാട്സാപ്പ് ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? ബാൽമിത്ര. ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനായി അവതരിപ്പിച്ച വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് ബാൽമിത്ര. 2023 ഫെബ്രുവരി 2-ന് 2023-24 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ആരാണ്? KN ബാലഗോപാൽ. 2023 ഫെബ്രുവരി 2-ന് 2023-24 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് KN ബാലഗോപാലാണ്. എല്ലാവരുടെയും വീടുകളിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ 2021 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? നേർക്കാഴ്ച. എല്ലാവരുടെയും വീട്ടിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ 2023 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നേർക്കാഴ്ച. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിം. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സിക്കിമാണ്. ഇതിൻ്റെ മുദ്രാവാക്യം വൃക്ഷത്തൈ നടൂ, പാരമ്പര്യം സംരക്ഷിക്കൂ എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? ചെന്നൈ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ചെന്നൈ വിമാനത്താവളമാണ്. 2023 പ്രൈം വോളിബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം എത്രയാണ്? 2. 2021 പ്രൈം വോളിബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം 2 ആണ്. അവ ഏതൊക്കെയാണ്? കൊച്ചി ബ്ലൂ ടസ്കേഴ്സും കാലിക്കറ്റ് ഹീറോസും. 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? ജോഗീന്ദർ ശർമ്മ.
2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജോഗീന്ദർ ശർമ്മയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.